ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നമീബിയയുടെ തലസ്ഥാനമായ വിൻഡ്ഹോക്കിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. നമീബിയയിൽ സംരംഭകത്വ വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ആരോഗ്യ വൈദ്യശാസ്ത്ര മേഖലയിലെ സഹകരണത്തിനായുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമായി ശ്രീ മോദിക്ക് നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി. പ്രധാനമന്ത്രി ഇന്ന് നമീബിയൻ പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും. സംയുക്ത പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്കിന് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണം. പണിമുടക്ക് പൊതുഗതാഗത സേവനങ്ങളെ സാരമായി ബാധിച്ചു. പണിമുടക്കിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഒരു ദിവസത്തേക്ക് ഡയസ് നോൺ പ്രഖ്യാപിച്ചിരുന്നു. ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാർക്ക് ഇന്നത്തെ ശമ്പളം ലഭിക്കില്ല. സംസ്ഥാനത്ത് മിക്ക കടകളും സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. പണിമുടക്കുമായി ബന്ധപ്പെട്ട് സമരാനുകൂലികൾ നടത്തിയ ആക്രമണം അന്വേഷിക്കണമെന്ന് സമരത്തിൽ നിന്ന് വിട്ടുനിന്ന BMS അനുകൂല സംഘടനകൾ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ദേശീയ പണിമുടക്കിന്റെ പേരിൽ നടന്ന അക്രമങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ നീണ്ടുനിൽക്കും. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ കർശന ജാഗ്രത തുടരുന്നു. ഇന്ന് മലപ്പുറം കോട്ടക്കലിൽ നിപ ഹൈ റിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു. ഇവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മങ്കടയിൽ നിപ ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കൊപ്പം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന പരപ്പനങ്ങാടി സ്വദേശിയായ സ്ത്രീയാണ് ഇന്ന് മരിച്ചത്. നിപ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിനി നിലവിൽ കോഴിക്കോട് ICUവിൽ ചികിത്സയിലാണ്. നിലവിൽ 485 പേരാണ് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള LNCPയിലെ പുതിയ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നാളെ കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ നിർവഹിക്കും. തുടർന്ന് മികച്ച കായിക താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവരെ കേന്ദ്ര സഹമന്ത്രി ആദരിക്കും. കളരിപ്പയറ്റ്, തൈക്വോണ്ടോ, യോഗ, വോളിബോൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും. കേരളത്തിൽ കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജസ്റ്റിസ് DK സിംഗിന്റേതാണ് ഉത്തരവ്. ഹൈക്കോടതി വിധിയിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി R ബിന്ദു വ്യക്തമാക്കി. BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. ഈ മാസം 12-ന് BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. BJP സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് മൊബൈൽ പാസ്പോർട്ട് സേവാ വാനുകൾ വിന്യസിക്കുന്നു. നാളെ തിരുവനന്തപുരം കളക്ടറേറ്റ് പരിസരത്ത് ജില്ലാ കളക്ടർ അനുകുമാരിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അപേക്ഷകർക്ക് സേവനം ലഭ്യമാകും. ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്ന PR ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്ന് മുൻ കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി V മുരളീധരൻ. എന്ത് നടപടിക്രമം പാലിച്ചാണ് ഇത്തരം ഏജൻസികളുമായി ധാരണയിലെത്തുന്നത് എന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ പുരസ്കാര ജേതാവ് EP നാരായണൻ പെരുവണ്ണാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ VB പരമേശ്വരൻ എന്നിവരെ ആദരിക്കും. പത്തനംതിട്ട കോന്നിയിൽ ക്വാറിയിലെ ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളായ അജയ് കുമാർ റായ്, മഹാദേവ് പ്രധാൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇരുവരുടെയും മൃതദേഹം ഇന്നുതന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനുവേണ്ടി വരുന്ന എല്ലാ ചിലവും കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരവും ക്വാറി ഉടമ വഹിക്കണമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ചെറുതന ന്യൂ ബോട്ട് ക്ലബിന്റെ ചെറുതന പുത്തൻ ചുണ്ടൻ ജേതാവായി. ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടൻ 2ാം സ്ഥാനവും നിരണം ബോട്ട് ക്ലബിന്റെ ആയാപ്പറമ്പ് വലിയ ദിവാൻജി 3ാം സ്ഥാനവും നേടി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരിൽ മാറ്റം വരുത്താൻ തയ്യാറെന്ന് ഹൈക്കോടതിയെ അറിയിച്ച് അണിയറ പ്രവർത്തകർ. സിനിമയ്ക്ക് 2 മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.